അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരെയും ക്രിസ്മസും ന്യൂ ഇയറൊക്കെ അടിപൊളിയായിട്ട് എന്താ പറയുക നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഫസ്റ്റ് നമ്മുടെ അടുത്തൊരു കൊച്ച് കുറേ ദിവസം കൊണ്ട് ചോദിക്കുകയാണ്, ചേച്ചിയുടെ എന്താ പറയുക സ്കിൻ കെയർ എങ്ങനെയാണ്, ചേച്ചി ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് എന്താണ് എന്നൊക്കെ കേട്ടോ. അപ്പോൾ എനിക്ക് അത് പറഞ്ഞ് എന്നോട് ഒരാൾ ഒരു കാര്യം ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എനിക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ കുറച്ച് ലാഗ് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മക്കൾക്ക് പനിയായിരുന്നു, പിന്നെ എനിക്കും തൊണ്ടയ്ക്കെല്ലാം പ്രശ്നമായിട്ടൊക്കെ അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് നടക്കണ കാരണം കൊണ്ടാണ് മോനെ എനിക്കത് പറഞ്ഞു തരാനായിട്ട് പറ്റാഞ്ഞത്. അല്ലാണ്ട് ഞാൻ വലിയ ഡിമാൻഡ് ഇട്ടിരുന്നതൊന്നല്ല കേട്ടോ. അപ്പോൾ കുറേ പ്രാവശ്യം കുട്ടി ചോദിക്കുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് ആ കുട്ടിക്കുള്ള മറുപടിയാണ് നമ്മുടെ വീഡിയോൻ്റെ തുടക്കമെന്ന് പറയുന്നത്. അപ്പോൾ സ്കിൻ കെയറിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ആദ്യം എൻ്റെ ഏജ് 30+ ആണ്. അപ്പോൾ 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമാണ് കേട്ടോ. പിന്നെ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണത്തിന് ശേഷം വലിയ സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളെ അല്ലായിരുന്നു. അപ്പോൾ കല്യാണത്തിന് ശേഷം എന്ന് പറയുമ്പോൾ നമുക്ക് കുട്ടികളായി, നമുക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് ആയി, പിന്നെ നമുക്ക് വേറെ പല കാര്യങ്ങളുണ്ട്, ജോലി, വീട്, കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്കിൻ കെയർ നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി കളയും. അതിൽ പെട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു എൻ്റെ ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ഒരു 1-1.5 വർഷമായിട്ട് ഞാൻ എന്താ പറയുക പിന്നെ ബാക്ക് ടു ആ ഒരു സ്കിൻ കെയറിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് 30 വയസ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു കുറേശ്ശെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്കത് കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഉള്ളതിനേക്കഴിഞ്ഞും പ്രായം എൻ്റെ മുഖത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. പിന്നെ ഇത് നമ്മളൊരു തണുപ്പ് ഉള്ള ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര ഡ്രൈനെസ്സും ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിന് ചേഞ്ചസും ഒക്കെ സംഭവിക്കും. എൻ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിലി സ്കിന്നാണ്. ഓയിലി സ്കിൻ ആക്ച്വലി വളരെ നല്ലതാണ് കേട്ടോ. കാണുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര എണ്ണമയൊക്കെ പോലെ തോന്നും. നമ്മൾ എന്തെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ആകെ ഓയിലി ആയിട്ട് മാറും. ഇതൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും ബെസ്റ്റ് സ്കിന്ന്, ഏറ്റവും നല്ല സ്കിന്ന് ഓയിലി സ്കിന്നാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മൾ കുറച്ചൊക്കെ ഓയിലി ആയിട്ടുള്ള ഒരിത് ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ കുറച്ചും കൂടി ഒരു കൺട്രോൾ വരുത്താനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ പിമ്പിൾസ് വരുന്നതിനാണെങ്കിൽ ഒരു ചെറിയ കൺട്രോൾ വരുത്താനായിട്ട് നമുക്ക് പറ്റും. എനിക്ക് നിറയെ പിമ്പിൾസ് വരുന്ന ഒരാളായിരുന്നു എന്ന് കരുതി എനിക്ക് അങ്ങനെ ഒരുപാട് മുഖത്ത് ഇങ്ങനെ അതിൻ്റെ പാടുകളോ അല്ലെങ്കിൽ ആ കലകളോ ഒന്നും എനിക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മുഖം കൂടുതൽ അങ്ങോട്ട് കൈവച്ച് തൊട്ടിരിക്കുന്ന സ്വഭാവം ഇല്ല. പണ്ടൊക്കെ എനിക്കുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു കുരു വന്നാൽ അത് എനിക്ക് ഉടനെ അങ്ങനെ ഞെക്കി പൊട്ടിക്കണം, അതൊരു സന്തോഷമായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മൾ ഈ കുരുക്കൾ മുഖത്ത് വരുന്നത് പൊട്ടിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ മുഖം എന്തുമാത്രം നമ്മുടെ മുഖത്ത് നമ്മുടെ കൈ തൊടുന്നുണ്ടോ അത്രയും അധികം പിമ്പിൾസ് നമ്മുടെ മുഖത്ത് വരും. അന്ന് അത് അറിഞ്ഞോട് കൂടിയിട്ട് ഞാൻ എൻ്റെ മുഖത്ത് തൊടുന്ന പരിപാടി, ഞെക്കി പൊട്ടിപ്പിക്കുന്ന പരിപാടി, ഇതൊക്കെ ഞാൻ നിർത്തി. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് പിന്നെ പിമ്പിൾസ് ഓവറായിട്ടുള്ളത് വരാണ്ടായി തുടങ്ങി. ഞാൻ വന്ന മാറ്റങ്ങളാണ് പറഞ്ഞു തരുന്നത്. പിന്നെ ഓയിലി സ്കിന്നാണ്, വളരെ ഓയിലി ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ ഞാൻ കടലമാവ് യൂസ് ചെയ്യുന്നു മുഖം കഴുകാനായിട്ട്. പിന്നീടാണ് ഇപ്പം ഫേസ് വാഷിൻ്റെ ഒക്കെ കാലം വന്നത് കേട്ടോ. അപ്പോൾ ഒരു ഏർലി 20s ഞാൻ നന്നായിട്ട് സ്കിൻ കെയർ ചെയ്യുമായിരുന്നു. അതായത് ഫേസ് പാക്ക് ഇടുക, എണ്ണ തേച്ച് കുളിക്കുക, അത് മുഖത്ത് മേത്തൊക്കെ തേക്കായിരുന്നു. എണ്ണ തേച്ച് എൻ്റെ കുളി എന്നൊക്കെ പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂറൊക്കെ എടുത്ത് എണ്ണ തേച്ച് നീരാടിയിട്ടൊക്കെയാണ് ഞാൻ വരാറുള്ളത്. വീട്ടിൽ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അമ്മയെല്ലാം നോക്കിയിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് സമയം ഉണ്ടായിരുന്നു. ഈ കല്യാണത്തിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ നിന്ന് പോയത്. അപ്പോൾ പാക്കുകളും കാര്യങ്ങളൊക്കെ മുന്നേ ഉപയോഗിച്ചിരുന്നതും എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരാം. അത് കഴിഞ്ഞ് ഈ 1.5 വർഷമായിട്ട് ഞാൻ കുറച്ചും കൂടിയും ശ്രദ്ധ നമ്മുടെ സ്കിൻ കെയറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഡ്രൈനെസ് വരുന്ന ഒരു പ്ലേസാണ്. അതായത് നമുക്ക് തണുപ്പുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ക്ലൈമറ്റ് ഇസ് ഗുഡ്. പക്ഷേ നമ്മുടെ ബോഡിക്കോ നമ്മുടെ സ്കിന്നിനോ ഒന്നും പറ്റുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഒരു അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് അല്ല ഇവിടെ നമ്മൾ നന്നായിട്ട് ഡ്രൈ ആവും. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ലൈറ്റായിട്ടൊക്കെ താരനൊക്കെ തലയിൽ വന്നത് കേട്ടോ. ഇപ്പം ഇല്ല, ഞാനത് ശ്രദ്ധിച്ചു, അത് മാറ്റിക്കളഞ്ഞു. പിന്നെ ഫേസിനാണെങ്കിലും നമ്മുടെ ബോഡിക്കാണെങ്കിലും സ്കിന്നിൽ നല്ലപോലെ ഡ്രൈനെസ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഫേസ് വാഷ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ പല ഫേസ് വാഷുകൾ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനം നമുക്ക് നന്നായി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് സ്വിച്ച് ചെയ്യാനായിട്ട് ഞാൻ നോക്കാറില്ല. എനിക്ക് പറ്റാത്തതാണെങ്കിൽ ഞാനത് അവിടെ ഉപേക്ഷിച്ചിട്ട് അടുത്ത പ്രോഡക്റ്റ് നോക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരെണ്ണം എനിക്ക് വർക്ക് ആയിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് പിന്നെ ഞാൻ സ്വിച്ച് ചെയ്യാനായിട്ട് നിൽക്കില്ല കേട്ടോ.
അപ്പം അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആദ്യം നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, നല്ല പച്ചവെള്ളത്തിലോ അല്ലെങ്കിൽ ലൂക്ക് വാം വാട്ടറിൽ, അതായത് ലൈറ്റ് ആയിട്ടുള്ള ഇളം ചൂടുവെള്ളത്തിൽ മുഖം കഴുകുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ച് ചെയ്യായിരിക്കും നല്ലത്. നോർമലി ഉള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല പച്ചവെള്ളത്തിൽ മുഖം കഴുകുന്നതായിരിക്കും നല്ലത് കേട്ടോ. എനിക്ക് കൂടുതൽ അറിവില്ല, പക്ഷെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് പച്ചവെള്ളത്തിൽ മുഖം കഴുകുന്നതാണ് രാവിലെ. പിന്നെ രാത്രി കിടക്കുമ്പോൾ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് കിടക്കുക. എൻ്റെ കണ്ണ് ഞാൻ എഴുതാറുണ്ട്, വേറെ നമ്മുടെ ഫേസിലൊന്നും പ്രത്യേകിച്ച് മേക്കപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ എണീറ്റ് കഴിയുമ്പോഴത്തെ ഈ കണ്ണൊക്കെ ഇങ്ങനെ പടർന്നിരിപ്പുണ്ടാവും എന്ന് ഒഴിച്ചിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അത്യാവശ്യം കുരുക്കളൊക്കെ മുഖത്തുള്ള ആൾക്കാരാണെങ്കിൽ, ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ലൈറ്റ് ലൂക്ക് വാട്ടറിൽ, അതായത് എള്ളം ചൂടുള്ള വെള്ളത്തിൽ മുഖം കഴുകുന്നതായിരിക്കും നല്ലത്. ഞാൻ മുഖം കഴുകുന്നത് ഒന്നരാടെ ഇടവിട്ടിട്ട്, അതായത് ഒരു ദിവസം ലൂക്ക് വാം വാട്ടർ ഉപയോഗിച്ച് അടുത്ത ദിവസം ഞാൻ പച്ചവെള്ളത്തിൽ മുഖം കഴുകും. ഇങ്ങനെയാണ് ഞാൻ മുഖം കഴുകുന്നത് രാവിലെ. അപ്പോൾ മുഖം കഴുകാനായിട്ട് നല്ലൊരു ഫേസ് വാഷ് അല്ലെങ്കിൽ ഒരു ക്ലെൻസിങ് ഫോം നമ്മളുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ് നമ്മൾ കണ്ടുപിടിക്കണം. സ്കിൻ കെയർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് ആണെങ്കിലും അവർ ഏത് ഡോക്ടേഴ്സ് ആണെങ്കിലും ഡെർമറ്റോളജിസ്റ്റ് ആണെങ്കിലും ആദ്യം പറയുന്നത് എന്താ പറയാറ്, നമ്മുടെ അടുത്ത് CTM എന്ന് അവർ പറഞ്ഞു തരും. അതായത് ക്ലെൻസ് ചെയ്യുക, ടോണർ ഉപയോഗിക്കുക, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ സ്കിൻ കെയറിൻ്റെ ഒരു ആദ്യ വാചകം എന്ന് പറയുന്നത്. പ്ലസ് ഇപ്പോൾ വേണമെങ്കിൽ സൺസ്ക്രീനും കൂടി പറയും. കാരണം എന്താ വെച്ചാൽ സൺസ്ക്രീൻ ഇപ്പോൾ മസ്റ്റാണ്. നമ്മുടെ സണ്ണിൻ്റെ ആ ഒരു തീവ്രത ഇപ്പോൾ വളരെ കൂടുതലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ സൺസ്ക്രീനും കൂടി നമുക്ക് പറയാം. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ലൂക്ക് വാം വാട്ടർ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് വന്നിട്ട് ഇതാണ്. പേര് വ്യക്തമാണോ എന്ന് അറിയില്ല, റൈസ് വാട്ടർ ബ്രൈറ്റ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഓക്കെ, റൈസ് വാട്ടർ ബ്രൈറ്റ്. അപ്പം ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നത്, അതായത് ഫസ്റ്റ് ഫേസ് വാഷ് ബോഡി ഷോപ്പിൻ്റെ ഫേസ് വാഷാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. നല്ല കോസ്റ്റ്ലിയാണ്, അതിന് 1000 എബവ് പൈസ വരുന്നുണ്ട് കേട്ടോ. നല്ല വിലയുണ്ട് അതിന്, ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും നല്ല റേറ്റ് വരുന്നുണ്ട്. നല്ല ഫേസ് വാഷാണ്, പക്ഷേ സൂപ്പറാണെന്നൊന്നും പറയാനായിട്ട് ഇല്ല. പിന്നെ എനിക്ക് പേടിയായിരുന്നു, എൻ്റെ മുഖത്ത് ഇങ്ങനെ പിമ്പിൾസൊക്കെ പിന്നെയും വരുമോ എന്നുള്ള ടെൻഷൻ കാരണം കൊണ്ട് ഞാൻ എന്താ പറയുക, വേറെയിലേക്ക് അങ്ങനെ സ്വിച്ച് ചെയ്യാറില്ല. പ്ലമ്മിൻ്റെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ കണ്ടുപിടിച്ച ഐറ്റമാണ് ഇത് എന്താ പറയുക, കൊറിയൻ സ്കിൻ കെയർ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ കൊറിയൻ സ്കിൻ കെയറിൽ പെട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ റൈസ് വാട്ടർ ബ്രൈറ്റ് എന്ന് പറയുന്ന ഫോമിങ് ഫേസ് വാഷ്, ക്ലെൻസർ ആണ് കേട്ടോ ഇത്, ഫോമിങ് ക്ലെൻസർ. അപ്പോൾ നമുക്കിത് ഫേസ് വാഷായിട്ട് ഉപയോഗിക്കാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഇത് കുറച്ചൊക്കെ നമ്മുടെ മുഖത്ത് നിന്നും ആ ഓയിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി ഫേസ് വാഷാണ്. ഞാനിപ്പോൾ ഇത് 150 ml ആണ്. ഇതിന് ഏകദേശം 800 റുപ്പീസിൻ്റെ അടുത്ത് 700+ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എപ്പോഴും ഒരു സാധനം വാങ്ങിക്കും, ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. നമുക്കിപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് വർക്ക് ആവണം എന്നൊന്നുമില്ല. പിന്നെ നമ്മളൊക്കെ ഒരേപോലത്തെ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ചിലപ്പോൾ അത് വർക്ക് ആവാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനും ഇത് ആദ്യം ഉപയോഗിക്കുമ്പോഴത്തേക്കും 50 ml ഒരു പാക്കാണ് ഞാൻ വാങ്ങിച്ചത്. അതിന് ഏകദേശം 330 രൂപയോ 340 രൂപ ആ റേഞ്ചിലാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. 300+, 350 രൂപയുടെ ഉള്ളിലേ വരുന്നുള്ളൂ കേട്ടോ, 50 ml. പക്ഷെ അത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എടുത്തിട്ട് മുഖത്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. വളരെ കുറച്ച് ക്വാണ്ടിറ്റി, ഒരു തരി നമ്മൾ പേസ്റ്റ് എടുക്കില്ലേ ബ്രഷിൽ, അതിൻ്റെ പകുതിയെ നമുക്ക് ആവശ്യം വരുള്ളൂ. അത്രയും പോലും വേണ്ടാന്ന് ഞാൻ പറയുള്ളൂ. ചെറിയൊരു എമൗണ്ട്, ചെറിയൊരു ക്വാണ്ടിറ്റി, ചെറിയൊരു എന്താ പറയുക, ഒരു ഇച്ചിരി കോളം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖവും കഴുത്തൊക്കെ നന്നായിട്ട് കഴുകാനായിട്ട് നമുക്ക് അതുണ്ടാവും. അതിനുള്ള ക്വാണ്ടിറ്റി ഇതിനകത്ത് ഉണ്ട്. ഇതൊരു ക്ലെൻസർ ആയതുകൊണ്ട് നമ്മുടെ മുഖത്തുള്ള ഈ പോഴ്സ്, എൻ്റെ മുഖത്തൊക്കെ ചെറിയതായിട്ട് പോഴ്സ് ഉണ്ട് കേട്ടോ, അതൊക്കെ റെഡ്യൂസ് ആയതാണ്. നന്നായിട്ടുണ്ടായിരുന്നു, അത് റെഡ്യൂസ് ആയതാണ് കേട്ടോ. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിലേക്ക് കടക്കുന്ന മുന്നേ മുഖമാണല്ലോ ആദ്യം കഴുകുന്നത്. അപ്പോൾ ഈ പോഴ്സിലൊക്കെയുള്ള എണ്ണമെഴുക്കും ചെളിയും പൊടിയും ഒക്കെ നല്ല പോലെ ഡേർട്ടൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ട്രസ്റ്റ് മീ, നല്ല അടിപൊളി ഫോമിങ് ക്ലെൻസർ ആണ് കേട്ടോ ഇത്. ക്ലെൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ മുഖത്തുള്ള ഡേർട്ടൊക്കെ ഒഴിവാക്കി കളയണം. അതിന് നമുക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഫേസ് വാഷ്. അപ്പം ഇത് വെച്ച് മുഖം കഴുകിയാൽ തന്നെ നമ്മുടെ മുഖത്തൊരു ബ്രൈറ്റ്നെസ് വരും കേട്ടോ. പിന്നെ അതുപോലെ ഡേർട്ടൊക്കെ റിമൂവ് ആയി നല്ലൊരു ബ്രൈറ്റ്നെസ്സും നമ്മുടെ മുഖത്തിനൊരു എന്താ പറയുക, ഒരു
ഈവൻ സ്കിൻ ടോണൊക്കെ കിട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ്. അല്ലാണ്ട് കുരുക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ലൂപ്പ് വാം വാട്ടറിൽ ഫേസ് വാഷ് ചെയ്തിട്ട് ഇത് ഉപയോഗിച്ച്, ഇത് ഡയറക്റ്റ് മോന്തേമയ്ക്ക് തേക്കേണ്ടത്. എന്ത് സാധനമാണെങ്കിലും ഡയറക്റ്റ് മുഖത്ത് ആദ്യം അപ്ലൈ ചെയ്യേണ്ടത്. കുറച്ച് വെള്ളം മുഖത്ത് ഒഴിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ ക്ലെൻസർ ആണെങ്കിലും നിങ്ങളുടെ ഫേസ് വാഷ് ആണെങ്കിലും ഉപയോഗിക്കുകയാണ് നല്ലത്. അപ്പോൾ ഇത് ക്ലെൻസർ പ്ലസ് ഫേസ് വാഷ് ആണ് കേട്ടോ. അപ്പോൾ അത് ക്ലെൻസിങ് ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടിൻ്റെയും എഫക്റ്റ് കിട്ടും. ഡേർട്ടും റിമൂവ് ആവും, നമ്മുടെ ഫേസും വാഷ് ചെയ്ത് വൃത്തിയായിട്ട് വരും, ബ്രൈറ്റ്നെസ്സും നമുക്ക് കിട്ടും. ഇതെനിക്ക് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ മുഖത്ത് വരുന്ന ടാനിങ്ങിനൊക്കെ കുറച്ച് കുറവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ വെയിലത്തേക്ക് എന്ന് കാണിച്ചാൽ അപ്പോൾ ടാനാവും. അത്രയും എനിക്ക് സണ്ണിൻ്റെ ആ ഒരു വെയിൽ കൊള്ളാൻ പറ്റാത്ത ഒരാളാണ്, പെട്ടെന്നാവും കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇനി അഥവാ ടാൻ ആയാലും അത് 3-4 ദിവസത്തിനുള്ളിൽ അങ്ങ് പോയി കിട്ടുന്നുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. പണ്ടെന്നൊക്കെ പറഞ്ഞ ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാസങ്ങളോളം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം, അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മൾ അടുത്ത യാത്ര പോകും. പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാനിപ്പം നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും നല്ലപോലെ ടാൻ ആയിട്ടുണ്ടെന്ന്. കാരണം നമ്മൾ ആ രാമേശ്വരം തമിഴ്നാടൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് ടാനായി ഇങ്ങനെ ഇരുണ്ടിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ വിത്തിൻ 3 to 4 days നല്ലപോലെ ബാക്ക് ടു എൻ്റെ കളറ്. എനിക്കിപ്പോൾ ഞാൻ വെളുത്ത് തുടുക്കണം എന്നൊന്നല്ല ഞാൻ പറയും. ഞാൻ വെളുത്ത ഒരു മനുഷ്യനെ അല്ല, ഞാൻ വെളുത്ത് തുടുത്തല്ല ഇരിക്കുന്നത്. ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മളുടെ ഇന്ത്യൻ സ്കിൻ ടോൺ എന്താണോ അതാണ് എൻ്റെ കളറ് എന്ന് കരുതി ഒരുപാട് നിറം കുറവല്ലേ. അപ്പം നിറം കൂടിയാലും കുറഞ്ഞാലും ഇതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ എന്താ പറയുക, നമുക്ക് എന്ത് സ്കിന്നാണോ ഡോക്ടറല്ല ദൈവം എന്താണോ നമ്മൾ എങ്ങനെയാണോ സൃഷ്ടിച്ചേക്കണത് അതുപോലെ തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ അതുകൊണ്ടാണ് ഈ കെയർ ചെയ്യണത്. നമ്മുടെ സ്കിൻ എങ്ങനെയാണോ അത് അതുപോലെ വൃത്തിയിലിരിക്കാൻ. നമ്മുടെ സ്കിൻ ടോണിൽ നിന്ന് നമുക്ക് താഴെ പോകേണ്ട ആവശ്യം ഇല്ലയെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രൂപത്തിന് മാറ്റം വരും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഇരിക്കാനായിട്ട് മാത്രം നോക്കുക, അല്ലാണ്ട് വെളുക്കാനായിട്ട് നോക്കിയിട്ട് പാണ്ടാവേണ്ട കാര്യം നമുക്ക് ആർക്കും ഇല്ല. കാരണം നമ്മളെല്ലാവരും ഭംഗിയുള്ള മനുഷ്യരാണ്. ഇനി അഥവാ ഇച്ചിരി ഭംഗി കുറഞ്ഞാലും അതൊന്നും ഒരു തെറ്റല്ല. നമ്മൾ ദൈവം ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളത് എങ്ങനെയാണോ അങ്ങനെയായിട്ട് തന്നെ ഇരിക്കുക. പിന്നെ കുറച്ച് ഒരു എന്താ പറയുക, നമ്മുടെ ഒരു പേഴ്സണൽ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഒരുങ്ങി നടക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുക, മേക്കപ്പ് ഇഷ്ടമാണെങ്കിൽ അങ്ങ് ഇടുക. എനിക്കിപ്പോൾ ലിപ്സ്റ്റിക്ക് ഇല്ലാണ്ട് എന്താ പറയുക പുറത്തേക്ക് ഇറങ്ങാനോ ഈവൻ വീട്ടിൽ നിൽക്കാനോ, അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കാൻ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ മുന്നിൽ വീഡിയോയിൽ വരുമ്പോൾ എനിക്ക് ഇച്ചിരി ലിപ് ക്രയോണോ ലിപ് ബാമോ എന്തെങ്കിലും ഒന്ന് ഞാൻ തേക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു കോൺഫിഡൻസിൻ്റെ ഭാഗമാണ്. എനിക്ക് ഇത്തിരി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്പാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് അതെന്തോ ഒരു ഇതുപോലെ തോന്നുന്ന കാരണം കൊണ്ട് ആണ് ഞാൻ അത് ഉപയോഗിക്കുന്നത്. അത് എൻ്റെ ഇഷ്ടമാണ്, അതെനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അതിന് എനിക്ക് ആരുടെയും സമ്മതം ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ടോ നിങ്ങൾ ചെയ്തോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഏത് വെസ്റ്റേൺ ഡ്രസ്സോ മോഡേൺ ഡ്രസ്സോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾ യൂസ് ചെയ്യുക. അതിനിപ്പോൾ ആരുടെയും സമ്മതമൊന്നും ചോദിക്കേണ്ട കാര്യം നമുക്കില്ല. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് കൊണ്ട് നടക്കുക, അത് വെളുപ്പിക്കാൻ നോക്കാണ്ട് അല്ലെങ്കിൽ കെമിക്കൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാരി തേച്ച് നശിപ്പിക്കാൻ നോക്കാണ്ട് നമുക്ക് എങ്ങനെയാണ് ഫേസ് ഉള്ളത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സൃഷ്ടിച്ചേക്കുന്നത് ആ ഒരു സ്കിൻ ടോണിൽ നടക്കാനായിട്ട് ശ്രമിക്കാനേ ഞാൻ പറയുള്ളൂ. അപ്പോൾ നമ്മുടെ ടാനിങ് എല്ലാ മനുഷ്യർക്കും വരുന്നതാണ് നമ്മൾ ടാൻ ആവുക എന്നുള്ളത്. അത് നമ്മൾ വെയിലത്തേക്ക് ഇറങ്ങുന്നതിനനുസരിച്ച് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആയ ടാൻ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് കുറച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ക്ലെൻസിങ് ഫോം ആയിട്ടുള്ള ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ അതിന് നല്ല മാറ്റം ഉണ്ടെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇത് ഉപയോഗിച്ച് ഞാനൊന്ന് മുഖം കഴുകിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ നിങ്ങൾ ഈ ഫേസ് ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, ചെറിയൊരു ഡൾനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഞാനിത് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ അകത്ത് നിന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇത് കിട്ടില്ല, അകത്ത് ഭയങ്കര ഇരുട്ടാണ്. പ്രത്യേകിച്ച് ഇവിടെ ഇങ്ങനെ ഇപ്പോൾ മഴ വരുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അകത്തേക്ക് നല്ല ഇരുട്ടാണ്. അതോടൊപ്പം ഞാൻ എന്താ പറയുക അങ്ങനെ ഡള്ളാവണ പോലെ അകത്തേക്ക് ചെല്ലുമ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചത്ത് വന്ന് നിന്നിട്ട് നിങ്ങളോട് കാര്യം പറയുന്നതും എൻ്റെ സ്കിന്ന് കാണിച്ചു തരുന്നത്. ഞാൻ മുഖത്ത് ഒരു സാധനം തേക്ക് ക്രീം തേക്ക് ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ എൻ്റെ മുഖം എങ്ങനെയാണോ അങ്ങനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പം ഞാൻ എണീറ്റ് വന്നിട്ടുള്ള ഈ രൂപം നിങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പോയിട്ട് ഇനി ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം നിങ്ങൾക്ക് ആ ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും, ക്ലീൻ ആവുന്ന പോലത്തെ ആ ഒരു ഫീല് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ മുഖം നന്നായി നോക്കിക്കോ. ഞാൻ പോയിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. എൻ്റെ ഫേസ്
എൻ്റെ ഫേസിന്റെ വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ തന്നെ പറയാം എൻ്റെ ഫേസ് ഇപ്പൊ എങ്ങനെ ഇരിക്കണം എന്നുള്ളത്. ഇപ്പൊ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടല്ലേ ഇരിക്കണത്. ആ ഫേസ് വാഷ് വെച്ചിട്ട് നമ്മൾ മുഖം കഴുകി ജസ്റ്റ് ഞാൻ മുഖത്ത് തുടച്ചിട്ട് പോലും ഞാൻ വന്നേക്കാണ്. ഇനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് മുഖം തുടയ്ക്കാൻ വേണ്ടി മാത്രം ഒരു ടവല് അത് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പം ഞാൻ ഇങ്ങനെ മുഖം ഇട്ടിട്ട് ഇങ്ങനെ ഉരച്ച് തുടയ്ക്കാണ്ട്, ഞാനൊക്കെ ആദ്യം സ്ഥിരം ചെയ്തിരുന്ന പരിപാടി എന്താണെന്നറിയോ, ഏതെങ്കിലും തോർത്തെടുക്കുന്നു, എല്ലാവരും ഉപയോഗിക്കുന്ന തോർത്തെടുക്കുന്നു, മുഖം ഇങ്ങനെ ഉരച്ച് തുടയ്ക്കുന്നു, അവിടെ ഇടുന്നു. ഇങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. നമുക്ക് സ്വന്തമായിട്ട് മുഖം തുടയ്ക്കാൻ വേണ്ടി മാത്രം ഇതുപോലെ ഒരു ടർക്കിയോ ടവലോ എന്തെങ്കിലും എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു നല്ല തോർത്ത് അതൊരു 2 ദിവസം കൂടുമ്പോൾ മാറ്റണം കേട്ടോ. 3 ദിവസം ഒന്നും വെക്കണ്ട, 2 ദിവസം കൂടുമ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം അങ്ങനെ ഞാൻ ഉപയോഗിക്കുന്ന ടവലാണത്. അപ്പം ഇന്ന് ഉപയോഗിച്ച നാളെ കൂടി ഉപയോഗിച്ച പിന്നെ മറ്റന്നാൾ ഞാൻ വേറെ ടവലും എടുക്കും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഒപ്പി മാത്രം ഇങ്ങനെ കണ്ടോ, ഇതിനെ പാറ്റ് ഡ്രൈ എന്നാണ് പറയുക. അതായത് ഇങ്ങനെ പതുക്കെ ഒന്നുമില്ലെങ്കിൽ ഒപ്പി ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. അല്ലാതെ തന്നെത്താൻ അത് വലിഞ്ഞ് തന്നെത്താൻ ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്നും അല്ലാതെ മുഖത്തിട്ടിരുന്ന് ഇങ്ങനെ തുടയ്ക്കരുത്. ദൈവത്തെ ചെയ്ത് ഇങ്ങനെ ഒപ്പി മാത്രം മുഖത്താക്കുക. ഞാനൊക്കെ ചെയ്തിട്ടുള്ള പൊട്ടത്തരം കാരണം കൊണ്ടാണ് ഇനിയുള്ളവരെങ്കിലും അങ്ങനത്തെ പൊട്ടത്തരം ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നത്. ഇത്രയേ ഉള്ളൂ മുഖം കഴുകുന്ന പരിപാടിയും തുടയ്ക്കുന്ന പരിപാടിയും. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഐസ് ക്യൂബ് മുഖത്ത് തേക്കും. അത് നോർമൽ ഐസ് ക്യൂബ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസിൻ്റെയോ ഫ്രൂട്ട്സിൻ്റെയോ മിക്സ് ചെയ്ത്, അതായത് അരച്ചിട്ട് അത് ഐസ് ക്യൂബ്സ് ആക്കിയിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്ന ഐസ് ക്യൂബ് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എൻ്റെ ഐസ് ക്യൂബ്. ക്യാരറ്റും കുക്കുംബറും കൂടിയിട്ട് വെള്ളം യൂസ് ചെയ്യാണ്ട് അരച്ചെടുത്ത് ഇതുപോലെ ഐസ് ക്യൂബ്സ് ആക്കുകയാണ് ചെയ്യുന്നത്. അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതുപോലെ ഇതിൻ്റെ തൊലി പീൽ ചെയ്ത് കളയാം. ഈ 2 സാധനം വെജ് വാഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കഴുകി വൃത്തിയാക്കിയിട്ട് ജലാംശം മുഴുവൻ കളഞ്ഞതിന് ശേഷം വേണം നമ്മളിത് അരച്ചെടുക്കാൻ. പിന്നെ ഇത് ഐസ് ട്രേയിലാക്കുക. പിന്നെ നമുക്ക് ഡെയിലി ഉപയോഗിക്കാവുന്നതുമാണ്. അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന മിക്സിയുടെ ജാറ് വളരെ വൃത്തിയുള്ളതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുളക് മഞ്ഞളൊക്കെ അരച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇത് അരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിവരം അറിയും. നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്ന കാര്യം ആയതുകൊണ്ടാണ് ഈ ഹൈജീനിറ്റി കീപ്പ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നത്. ഇതുപോലെ 1-2 ക്യൂബ്സ് ഞാൻ ഉപയോഗിക്കും. ഇങ്ങനെയാണ് ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇടുന്ന ഒരു എന്താ പറയുക പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ക്യാരറ്റും നമ്മുടെ കുക്കുംബറും ഒക്കെ ഉള്ള കാരണം കൊണ്ട് ഫേസിലേക്ക് നല്ല പോലെ ജലാംശം നിലനിൽക്കാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം നാച്ചുറലായിട്ട് നമ്മുടെ ഫേസിൽ ഈ മോയ്സ്ചർ നിൽക്കുന്നതും ഈ ജലാംശം നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് ഏറ്റവും ബെസ്റ്റ് ഇതുപോലെ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അരച്ച് ഐസ് ക്യൂബ് ആക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണ്. 2 ക്യൂബ് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. 1 ക്യൂബ് എടുത്തോളൂ, എൻ്റെ കൈ കൊണ്ട് അത്രേ കൊള്ളുള്ളായിരുന്നു. അല്ലെങ്കിൽ ഞാൻ 2 ക്യൂബ്സിലും കഴുത്തിലും ആയിട്ട് അപ്ലൈ ചെയ്യും. ഇത് തന്നെ ഡ്രൈ ആകുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യാം. അതിനായിട്ട് പ്രത്യേകം ഫേസ് വാഷോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കില്ല. അപ്പം ഞാൻ കഴുത്തിലും മുഖത്തും ഒക്കെ അപ്ലൈ ചെയ്തു 10 മിനിറ്റ് നിൽക്കുമ്പോഴത്തേക്കും തന്നെ ഇത് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആവും. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയാൽ മതി. കണ്ണിൻ്റെ മുഖത്തൊക്കെ ഉപയോഗിക്കാം. കാരണം എന്താ വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ് ക്യാരറ്റും കുക്കുംബറുമാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ക്യാരറ്റും കുക്കുംബറും നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമാണോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങൾ ഒരു ചെറിയ പീസ് അരച്ചിട്ട് കൈയിൻ്റെ കൈത്തണ്ടയിലോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഒരു സൈഡിലോ അല്ലെങ്കിൽ ഫേസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്കത് പറ്റും, നിങ്ങൾക്ക് വലിയ ഇറിറ്റേഷനോ ചൊറിച്ചിലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ മാത്രം നിങ്ങളിത് ഉപയോഗിച്ചാൽ മതി. അല്ലാണ്ട് ഞാൻ ഉപയോഗിച്ചു എനിക്കിത് വർക്കായി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കത് വർക്കായിക്കൊള്ളണം എന്നില്ല കേട്ടോ. അത് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് പപ്പായ ഉപയോഗിക്കാം, കുക്കുംബർ മാത്രം യൂസ് ചെയ്യാം, ക്യാരറ്റ് മാത്രം യൂസ് ചെയ്യാം. ചിലർക്ക് ചിലത് പറ്റില്ല എന്ന് പറയും. പൊട്ടറ്റോ വേണമെങ്കിൽ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അത് യൂസ് ചെയ്യാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ബീട്രൂട്ടിൻ്റെ ക്യൂബ്സ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് സ്കിന്നിന് പറ്റുമോ അത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഞാനിപ്പോൾ എനിക്കിത് വർക്കാവുന്ന ഒരു സാധനമാണ്. അത് കാരണം കൊണ്ടാണ് എനിക്ക് തക്കാളി നീര് ഉപയോഗിക്കാൻ പറ്റില്ല. എനിക്ക് നന്നായിട്ട് ചൊറിയും, മുഖത്ത് ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ തോന്നും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ തക്കാളി യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പം പറഞ്ഞു വന്നത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഞാനൊരു എക്സാമ്പിൾ എന്നുള്ള പോലെയാണ് ഇത് കാണിച്ചത്. കാരണം ഇത് എനിക്ക് എൻ്റെ സ്കിന്നിന് വർക്കായിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ അതങ്ങനെ ഡ്രൈ ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ മേലെ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത് കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് മേലേക്ക് പോവാം കേട്ടോ. അപ്പോൾ
ഇതാണ് നമ്മുടെ കറ്റാർവാഴ ചെടി കേട്ടോ. ഇത് വർഷങ്ങളായിട്ട് എൻ്റെ കൂടെയുള്ള സാധനമാണ്. അപ്പം ഞാനിതങ്ങനെ അത്രയും അങ്ങോട്ട് ഉപയോഗിക്കാറൊന്നുമില്ലായിരുന്നു. പക്ഷെ ഈ വിൻ്റർ സീസൺ വരുമ്പോൾ ഞാനത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പക്ഷെ ഇത് സ്ഥിരം ഉപയോഗിക്കുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം കട്ട് ചെയ്ത് ഞാൻ താഴെ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു മഞ്ഞ കളറിലുള്ള ഒരു കറ പോവും. ആ കറ നമ്മളിങ്ങനെ ചരിച്ച് വയ്ക്കണം, ഇത് കട്ട് ചെയ്ത ഭാഗം. അപ്പോൾ ഇത് ചരിച്ച് വയ്ക്കുമ്പോൾ ആ മഞ്ഞ കറ പോയി കഴിഞ്ഞതിന് ശേഷം അത് കട്ട് ചെയ്ത് നീക്കിയിട്ട് ബാക്കിയുള്ള ഭാഗമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കറ്റാർവാഴയുടെ ആ ഒരു കറ കാരണം കൊണ്ട് നമുക്ക് ഫേസിൽ ചൊറിച്ചിലുണ്ടാവും. നമ്മുടെ ഫേസിൻ്റെ കുഴപ്പമല്ല, ഈ കറ്റാർവാഴയുടെ കുഴപ്പമാണ്. ആ ഒരു കറ പോയതിന് ശേഷം മാത്രമേ നമ്മൾ കറ്റാർവാഴ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഞാൻ ഫേസ് കഴുകിയിട്ട് വന്നിട്ടുണ്ട്, നമ്മുടെ മുഖമൊക്കെ തുടച്ച് വൃത്തിയാക്കി വന്നിട്ടുണ്ട്. വെറും പച്ചവെള്ളത്തിലാണ് മുഖം കഴുകിയിരിക്കുന്നത്, വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇനി അടുത്ത പരിപാടി ഞാൻ നേരത്തെ കാണിച്ചെന്ന കറ്റാർവാഴയില്ലേ, അത് ഇതുപോലെ ഒരു ചെറിയ പീസ് എടുക്കുക, നമ്മുടെ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. മുഖത്ത് എല്ലായിടത്തും നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. കണ്ണിൻ്റെ മേലെ ആണെങ്കിലും മൂക്കിലാണെങ്കിലും കഴുത്തിലാണെങ്കിലും ആദ്യം മുഖത്ത്, എന്നിട്ട് കഴുത്തിൽ ഉപയോഗിച്ചാൽ മതി. പ്രത്യേകിച്ച് ഇവിടെ ബാംഗ്ലൂർ അല്ലെങ്കിൽ തണുത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ കറ്റാർവാഴ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് നല്ലതായിട്ട് നമ്മുടെ മോയ്സ്ചർ മുഖത്ത് തന്നെ ഇരിക്കാൻ, നല്ല എന്താ പറയുക, നമ്മുടെ മുഖത്ത് ഒരു ജലാംശം നിലനിൽക്കാനും സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും കുരുക്കൾ വരാണ്ടിരിക്കാനും എന്തെങ്കിലും അൺഈവൻ സ്കിൻ ടോൺ ഉണ്ടെങ്കിൽ അത് മാറാനും ആ ഒരു എന്താ പറയുക ടാൻ മാറാനും എല്ലാത്തിനും കറ്റാർവാഴ ഭയങ്കര സൂപ്പറാണ്. സ്വന്തമായിട്ട് ഇല്ലെങ്കിൽ ഒരു ചെടി വാങ്ങിക്കുകയോ ഒട്ടും പറ്റാത്തവരാണെങ്കിൽ ഇതിൻ്റെ ജെല്ല്, നല്ല അലോവേര ജെല്ല്, നല്ല എന്താ പറയുക ഓർഗാനിക് ആയിട്ടുള്ളത് വാങ്ങിക്കുക, കെമിക്കൽ ആയിട്ടുള്ളത് വേണ്ട. ഇപ്പം ഇഷ്ടം പോലെ അലോവേര ജെല്ലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ദേഗിയുടെ അലോവേര ജെല്ല് നല്ലതാണ്. അതുപോലെ വോവിൻ്റെ വേണമെങ്കിൽ ഒരു നിവർത്തിയില്ലെങ്കിൽ വോവിൻ്റെ വാങ്ങിക്കാം. വോവിൻ്റെ നല്ല അലോവേര ജെല്ല ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് നാച്ചുറൽ ആയിട്ടുള്ള കറ്റാർവാഴ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അതിങ്ങനെ ഞെക്കി 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 അതിനുള്ളിലത്തെ ആ പൾപ്പ് മുഴുവൻ എടുത്ത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതൊന്നും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കാനായിട്ട് പാടില്ല. ഞാനിപ്പോൾ വീഡിയോ എടുക്കണോണ്ടാണ്, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കില്ല കേട്ടോ. അപ്പോൾ അത് അപ്ലൈ ചെയ്യാം. അങ്ങനെ മുഖത്ത് ഓവറോൾ നമ്മൾ കറ്റാർവാഴ കഴുത്തിൻ്റെ ബാക്കിലോ സൈഡിലോ ഒക്കെ ഉപയോഗിക്കാം. എനിക്കിങ്ങനെ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കറുപ്പ് കളറുണ്ട്, അതിൻ്റെ ഹോർമോണൽ ഇംബാലൻസ് ഉള്ള കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ചെയ്യുന്ന സ്റ്റെപ്പുകളൊക്കെ അതിന് ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ കറ്റാർവാഴ തേച്ച് കഴിഞ്ഞാൽ ഞാനിതിങ്ങനെ ലീവ് ചെയ്യും, വേറെ ഒന്നും ചെയ്യില്ല. ഇനി ഇതിൻ്റെ മേലെ മോയ്സ്ചറൈസർ ഉപയോഗിക്കാനാണെങ്കിൽ ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം മാത്രമേ മോയ്സ്ചറൈസർ ഉപയോഗിക്കുള്ളൂ. തൽക്കാലം ഇപ്പം ഞാനിതിങ്ങനെ വിടുകയാണ്. ഞാൻ കുളിക്കാൻ പോണ കാരണം കൊണ്ട് മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നില്ല. മോർണിംഗ് സ്കിൻ കെയർ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് മാത്രം നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കാൻ മറക്കരുത്. ഇങ്ങനത്തെയൊക്കെ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ ചെയ്തേക്കാം. എനിക്കിത് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് വർക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിതിൽ പറഞ്ഞു തന്നിട്ടുള്ളൂ. എനിക്ക് ഇതുവരെയും യാതൊരു സൈഡ് എഫക്ട്സും വന്നിട്ടില്ല. ഓരോരുത്തരുടെ സ്കിൻ ടോണും ഓരോരുത്തരുടെ സ്കിന്നും എല്ലാം വ്യത്യാസമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. എന്ത് സാധനമാണെങ്കിലും ഒരു ടാൽക്കം പൗഡർ മുഖത്തിടാണെങ്കിൽ പോലും പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് എന്ത് സാധനം, ഇപ്പോൾ കറ്റാർവാഴ എല്ലാവർക്കും പിടിക്കണമെന്നില്ല, പക്ഷെ ഒരുവിധപ്പെട്ട എല്ലാ മനുഷ്യർക്കും കറ്റാർവാഴ വലിയ കുഴപ്പമുണ്ടാവാറില്ല കേട്ടോ. അപ്പം അത് തന്നെയാണ് എന്ത് സാധനം ഉപയോഗിക്കുമ്പോഴും ഈ കൈയിൻ്റെ ഈ കൈത്തണ്ടയിലോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഈ സൈഡിലോ എവിടെയെങ്കിലും ഒന്ന് ഇട്ടിട്ട് ഒരു ദിവസം അങ്ങനെ യൂസ് ചെയ്തിട്ട് അതങ്ങ് വിടുക. എന്നിട്ട് നിങ്ങൾക്ക് ഇറിറ്റേഷനോ ചൊറിച്ചിലോ ഒന്നും ഇല്ലെങ്കിൽ മാത്രം നിങ്ങളത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് ആ പരിപാടി അന്നേരം തന്നെ നിർത്തിക്കോണം, വേറെ കുറേ പ്രശ്നങ്ങൾ വരും. അത് കാരണം കൊണ്ടാണ് ഈ എടുത്ത് പറയുന്നത്. അപ്പോൾ ഞാനിനി താഴെ പോയിട്ട് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് നമ്മുടെ മോയ്സ്ചറൈസറും ടോണറും പിന്നെ സൺസ്ക്രീൻ ലോഷനും ഒക്കെ ഉപയോഗിക്കാൻ പോവാണ്.
അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വേണം നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക, എന്നാൽ മാത്രം ഞാൻ അതിൻ്റെ വ്ളോഗ് ചെയ്യാം കേട്ടോ. വ്ളോഗിനകത്ത് അത് ഉൾപ്പെടുത്താം. കുളിക്കുന്ന സമയത്ത് ഒരു പാക്ക് യൂസ് ചെയ്യാറുണ്ട്. അതെല്ലാ ദിവസമല്ല, ഓൾട്ടർനേറ്റീവ് ഡേയ്സിലോ ആഴ്ചയിൽ 3 പ്രാവശ്യം അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വേണം, അതൊക്കെ എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.